ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. മേരി മാതാവേ എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. മേരി മാതാവേ എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. മനമിടറുമ്പോഴും സ്വരമിടറുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടറുമ്പോഴും സ്വരമിടറുമ്പോഴും എനിക്ക് തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ പൊതിഞ്ഞു സംരക്ഷിച്ചിടേണമേ. മേരി മാതാവേ എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. ആവേ 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 മരിയ. കൃപയുടെ വഴികളിലൂടെ അമ്മ എന്നെ നടത്തിയിടും, കനിവാർന്ന സ്നേഹം നൽകി എന്നെ കാത്തിടും. കൃപയുടെ വഴികളിലൂടെ അമ്മ എന്നെ നടത്തിയിടും, കനിവാർന്ന സ്നേഹം നൽകി എന്നെ കാത്തിടും. എളിമയെന്ന പുണ്യം നൽകി എന്നെ വളർത്തിയിടും, ഈശോദൻ സ്നേഹത്തിൽ എന്നെ ചേർത്തിടും. എളിമയെന്ന പുണ്യം നൽകി എന്നെ വളർത്തിയിടും, ഈശോദൻ സ്നേഹത്തിൽ എന്നെ ചേർത്തിടും. മേരി മാതാവേ എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 19-ാം തീയതി ഈ മെയ് മാസ വണക്ക പ്രാർത്ഥനയിൽ നമ്മളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവിനുണ്ടായിരുന്ന 3 ദുഃഖങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. അതുവഴി ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങിയ അതേ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അഭ്യസിക്കുവാൻ നമ്മൾ ഒരു പരിശ്രമം നടത്തുകയാണ്. ഒപ്പം തന്നെ ഇതൊരു വലിയ ആത്മീയ ഭക്ഷണം കൂടിയാണ്. ഒന്നാമതായിട്ട് ദൈവമാതാവിനുണ്ടായിരുന്ന ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന് ഉണ്ടായിരുന്ന വലിയ ദുഃഖത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ മിശിഹ സഹിക്കാനിരുന്ന പീഡകളെക്കുറിച്ചാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലുമൊക്കെ അതിൻ്റെ ധ്വനികളുണ്ട്. ഈശോ സഹിക്കാനിരിക്കുന്ന പാഠപീഡകളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സഹനദാസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്. 53-ാം അധ്യായം 5-ാം തിരുവചനം:
നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. ദൈവമാതാവിന് ഈശോ ബലിയാകേണ്ടവനാണ് എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാമായിരുന്നു. ശിമിയോൻ ദീർഘദർശി സമർപ്പണ സമയത്ത് പ്രവചന മുഖേന ദൈവമാതാവിനോട് ആ സന്ദേശം കൈമാറിയിരുന്നു. എന്നിരുന്നാൽ തന്നെയും ദൈവമാതാവിൻ്റെ ആത്മീയ കൃപകളുടെ യോഗ്യതയാൽ ദീർഘദർശന വരമനുസരിച്ച് ദൈവമാതാവ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. നമ്മളും നമ്മുടെ മരിയൻ ഉടമ്പടി യാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മരിയൻ ഉടമ്പടി ചിന്തയുമായി ഈ ഒരു ധ്യാന ചിന്ത തട്ടിച്ച് നോക്കുമ്പോൾ ചില വ്യക്തികളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്ന കുരിശുകളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ബോധപൂർവം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത നമ്മൾ കാണിക്കാറുണ്ട്. കാരണം നമ്മുടെ സൈഡ് എപ്പോഴും സേഫാക്കി വെക്കാനുള്ള ഒരു പ്രവണത. ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: കുരിശെടുക്കാതെ ആർക്കും എന്നെ അനുഗമിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക വിഷയത്തിൽ നിന്ന് കൃപ ആർജിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ എക്സ്പോസ് ചെയ്ത് മാക്സിമം അതിൽ നിന്ന് കൃപ സമ്പാദിക്കണം. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജീവിത വിഷയം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ദൈവമാതാവ് നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ദൈവഹിതമാണ് ഒരു വിഷയം എന്ന് കാണുമ്പോൾ ദൈവമാതാവ് ചെയ്തത് പൂർണ്ണമായി ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ ദൈവപിതാവിൻ്റെ ഇഷ്ടം മാത്രം ജീവിതത്തിൽ നിവർത്തിയാകാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടി വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങൾ യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുമ്പോൾ അതിന് ആത്മാഭിഷേകമായിട്ടും അനുഗ്രഹമായിട്ടും എത്രയും വേഗം ഉത്തരം ലഭിക്കാനുള്ള ഒരു നടപടിയാണത്. പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സമർപ്പണ വഴി. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് വേദം പ്രചരിപ്പിക്കയാൽ ഈശോയ്ക്കുണ്ടായ ആ ഒരു സഹനങ്ങളെ പറ്റി ദൈവമാതാവ് അനുഭവിച്ച ദുഃഖം. അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നും ഇവന് സുബോധമില്ല എന്നും ഒക്കെ പറഞ്ഞ് ദൈവപുത്രനായ ഈശോയെ ഒത്തിരി പേര് ആക്ഷേപിക്കുന്നുണ്ട്. പിതാവിനെ സ്വന്തം പിതാവെന്ന്, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഫരീസ്യരും നിയമജ്ഞരുമൊക്കെ അവനെ ദൈവദൂഷണം പറയുന്നവനായി മുദ്ര കുത്തുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഈശോയെ ഒറ്റപ്പെടുത്തി ഈശോയുടെ ദൈവപുത്ര സ്ഥാനത്തിന് നിരക്കാത്ത സംഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ദൈവമാതാവ് ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ മക്കളാണ് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാറ്. ഞങ്ങൾ ഇങ്ങനെ മരിയൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന്. ഇത് ദൈവമാതാവ് ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പ്രകടിപ്പിച്ച ദൈവിക പുണ്യം സൗമ്യതയോടെ ക്ഷമയോടുകൂടി അവരെ നോക്കിക്കാണുകയാണ് ചെയ്തത്. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുമ്പോൾ യാതൊരു ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാത്തപ്പോഴും വിശ്വസ്തയോടെ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നീതിമാന്മാരുടെ പ്രതിഫലം, വിശ്വസ്തരുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നാണ് ഈ ഒരു ധ്യാനചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതും മറ്റൊന്നുമല്ല. അപ്പോസ്തലന്മാർ സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങിയപ്പോൾ അവർക്കും സുബോധമില്ല എന്ന് പറഞ്ഞ് അവരെ പ്രഹരിച്ച് നാടുകടത്തിയും അപ്പോസ്തലന്മാർ 12 പേരും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ജീവിത നടപടി അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു അവസരത്തിൽ വലിയ സന്തോഷമായിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. 5-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈശോയുടെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. നമ്മളും ഇതേപോലെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പത്രപ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും
ആക്ഷേപം ഏൽക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നേ വരെ കൃപാസനത്തിൽ കാലുകുത്തിയിട്ട് വ്യക്തമായിട്ട് ഈശോയുടെ നാമത്തെ പ്രതി ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു അപമാനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൃപ കരയറ്റാനുള്ള സാധ്യതയുള്ളതെന്നാണ് തിരുവചനം നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, ഇങ്ങനെ വചനം പ്രസംഗിച്ച് ഈശോ പാടുപീഡകളൊക്കെ സഹിച്ചെങ്കിലും ഒരുപാട് പാപികൾക്ക് ഈശോയുടെ പീഡാസമനവും മരണവും എല്ലാം അത് നിരർത്ഥകമായി പോകും, വ്യർത്ഥമായി പോകും എന്ന് ദൈവമാതാവിന് അറിയാമായിരുന്നു. അതോർത്ത് ദൈവമാതാവ് ഒത്തിരിയേറെ ആകുലപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ മരിയൻ ഉടമ്പടി ധ്യാനത്തിലും പ്രസംഗങ്ങളിലും എല്ലാം എപ്പോഴും പറയാറുള്ളതാണ്, ഈശോയുടെ രക്തം ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള പിശാചിനെതിരായിട്ടുള്ള പ്രതികാര നടപടിയാണ് മിഷൻ എന്ന്. നമ്മൾ ഓരോ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ പാപിയെയും നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ദൈവവചനം പ്രചരിപ്പിക്കുവാനും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരിയേറെ മക്കളാണ് ഈശോയിലേക്ക് വരുന്നത്. ഒത്തിരിയേറെ മക്കളാണ് അപ്രകാരം. ഞങ്ങൾ ഒരു പത്രം കിട്ടിയാണ് ഞങ്ങളുടെ കുടുംബം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഒരു പത്രം കിട്ടിയാണ് എൻ്റെ ദുശീലം മാറിയത്, ഒരു പത്രം കിട്ടി കൃപാസനത്തിൽ വന്നാണ് എൻ്റെ കുടുംബം മൊത്തം ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കാൻ ദൈവമാതാവ് ഇടയാക്കിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മക്കൾ ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ട് നാളെ ഇതുവരെ ഒരു പത്രവുമായിട്ട് ഇറങ്ങാത്തവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ്. ആ സഹോദരി കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, ഇളയൊരു മകൻ, ആ മകനുമായിട്ടാണ് സാക്ഷ്യം എന്ന് പറഞ്ഞത്. ആ മകനെ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്പോട്ടിങ് ഉണ്ടായി. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്. അപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ ആ കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് പോലും കാണാനില്ല, ബ്ലീഡിങ് ആണെങ്കിൽ നിൽക്കുന്നുമില്ല. അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ദൈവമാതാവ് അവർക്ക് നൽകി. പക്ഷേ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഈ പത്രം മറ്റുള്ളവർക്ക് പ്രാർത്ഥനാപുരം വിതരണം ചെയ്യുന്ന നാണക്കേടായിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നമ്മളിവിടെ വന്ന് പണി വാങ്ങിക്കരുതെന്ന്. അപ്പം അത്തരത്തിലൊരു പണി അവർക്കും കിട്ടി. തലയിൽ വലിയൊരു സിസ്റ്റ് ഡെവലപ്പ് ചെയ്തു, തലച്ചോറിലൊരു മേജർ ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ ആ ഓപ്പറേഷൻ്റെ സാക്ഷ്യവും കുഞ്ഞിൻ്റെ സാക്ഷ്യവും ഒന്നിച്ചാണ് അവർ ഈ അൾത്താരയിൽ പറഞ്ഞത്. അതിനുശേഷം അവർ പറഞ്ഞു, ഈ തലയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഓപ്പറേഷൻ പൂർത്തിയായി, അവർക്ക് വലിയ പ്രേക്ഷിത ചൈതന്യം കിട്ടി, ഇപ്പോൾ പത്രമൊക്കെ നന്നായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരമാണ് പറയുന്നത്, പാപിയെ പാപമാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവന് തൻ്റെ ആത്മാവിനെ രക്ഷിക്കുകയും താൻ ചെയ്ത നിരവധി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. യാക്കോബ് ശ്ലീഹ ഈശോയുടെ അപ്പോസ്തലന്മാരിൽ ഒരാളാണ്. വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്, പാപിയെ പാപമാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ സ്വന്തം ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും താൻ ചെയ്ത നിരവധിയായ പാപങ്ങൾക്ക് അതുവഴി അവന് മാപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. നമ്മളോടൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, പാപങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ പുണ്യപ്രവർത്തികൾ കൂട്ടിക്കൊടുക്കണം. അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ പാപങ്ങൾ പെരുകുമ്പോൾ പുണ്യപ്രവർത്തികൾ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും പുണ്യങ്ങൾ കൂടി വരുമ്പോൾ ആത്മാവ് കൂടുതൽ കൃപാപൂർണമാകും, ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടും. ഇന്ന് പെന്തക്കോസ്ത് നാളിൽ ഏറെ പ്രത്യേകമായിട്ട് പത്രോസ് ആദ്യമായിട്ട് ജനത്തോട് പ്രസംഗിച്ചു കഴിയുമ്പോൾ ഈശോ കുരിശിൽ തറച്ച് നിങ്ങളാണ് അവനെ തൂക്കിക്കൊന്നതെന്ന് പ്രസംഗിക്കുമ്പോൾ അവർ ഹൃദയം നുറുങ്ങി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഹോദരരെ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പത്രോസ് ശ്ലീഹ മറുപടി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതൊന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെയും അവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്കൊരവസരം ലഭിച്ചാൽ അത് നമ്മുടെ കയ്യിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഒരൊറ്റ ഷെയറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു പത്രമായിരിക്കാം. അതെല്ലാം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ
പാപികളെ ഈശോയിലേക്ക് അടുപ്പിക്കാനും അതുവഴി സ്വർഗത്തിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുവാനും കഴിയും. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.